കർക്കിടക മാസത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് വീടിൻ്റെ മുക്കും മൂലയും എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ചേട്ടൻ കൂടെ കൂടിയിട്ടുണ്ട് സഹായിക്കാൻ. സിറ്റൗട്ടിൽ കിടന്ന് മാറ്റെല്ലാം എടുത്ത് വെളിയിലിട്ട് തല്ലിക്കുടയുന്നുണ്ട്. ഒരുപാട് പൊടിയുണ്ട്. എന്നും എടുക്കാറില്ലേ മാറ്റ്. വീടിനകത്തുനിന്ന് ആദ്യം തുടങ്ങാമെന്ന് വിചാരിച്ചു. നല്ല പൊടിയുണ്ട്. എപ്പോൾ തീരുമെന്ന് അറിയത്തില്ല. എന്തായാലും തുടങ്ങി. ഒരുപാട് പ്രത്യേകതയുള്ള മാസമാണ് കർക്കിടക മാസം. രാമായണ മാസം കൂടിയാണല്ലോ കർക്കിടക മാസം. രാമായണ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാലമ്പല ദർശനമാണ്. നാലമ്പല ദർശനത്തിന് പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പോയില്ല. ഈ വർഷം പോകണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ പോകാൻ. പണ്ടൊക്കെ കർക്കിടക മാസത്തിൽ നല്ല മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ആയിരുന്നു. കൃഷിനാശം, ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ആയിരുന്നു. അതുകൊണ്ടൊക്കെ പഞ്ഞമാസം എന്നാണ് കർക്കിടക മാസത്തെ അറിയപ്പെടുന്നത്. കർക്കിടക മാസത്തിൽ ഇലക്കറികൾ, മുരിങ്ങയില ഒഴിച്ചുള്ള ഇലക്കറികളെല്ലാം കൂട്ടാം. മുരിങ്ങയിലയ്ക്ക് വിഷാംശം ഉണ്ടെന്ന് പറയും കർക്കിടക മാസത്തിൽ കൂട്ടിയാൽ. അതുപോലെ കർക്കിടകച്ചേന, നല്ലതാണ് കർക്കിടകച്ചേന പുഴുങ്ങി തിന്നാൻ, നല്ല രുചിയാണ്. ചേനയുടെ ഇല, തഴുതാമ, ഇതൊക്കെ നല്ലതാണ് കർക്കിടക മാസത്തിൽ കഴിക്കാൻ. അതുപോലെ ഔഷധക്കഞ്ഞി കുടിക്കുന്നത് നല്ലതാണ്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഔഷധക്കഞ്ഞി കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ പിതൃക്കൾക്ക് ബലി നൽകുന്ന മാസം കൂടിയായ കർക്കിടക മാസം. അങ്ങനെ അകത്ത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം റെഡിയായി. ഇനി നമുക്ക് പുറത്തോട്ടിറങ്ങാം. ഒരു കിളി വന്നിരിക്കുന്നുണ്ടോ ചാരുകസേരയിൽ, എൻ്റെയാണെന്ന് പറഞ്ഞു. ഒരു ഓലഞ്ഞാലി കിളിയാണ്. വരാന്തയിലെല്ലാം ചെടിച്ചട്ടിയും എല്ലാം വെച്ചിരിക്കുന്നതുകൊണ്ട് തേച്ച് കഴുകാൻ വലിയ പാടാണ്. ഇനി അതെല്ലാം എടുത്ത് വെളി വെക്കണം. ചെടിച്ചട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് തറയിലെല്ലാം നല്ല പാടായിട്ടുണ്ട്. ഇച്ചിരി പാടാവും തേച്ച് കഴുകണമെങ്കിൽ. ഗായത്രിക്കുട്ടി ഇവിടെയല്ല, ഉണ്ടായിരുന്നെങ്കിൽ സഹായിക്കാൻ ഇറങ്ങിയേനെ. മോൾ അവരുടെ വീട്ടിലോട്ട് പോയിരിക്കുക. ഇച്ചിരി സോപ്പ് പൊടിയൂടെ ചേർത്ത് കഴുകാമെന്ന് വിചാരിച്ചാലും ശരിക്കും അഴുക്കുണ്ട്, അല്ലെങ്കിൽ പോകത്തില്ല അഴുക്ക്. തെന്നി വീഴായിരുന്ന ഭാഗ്യം. നല്ലതായിട്ട് ഉരച്ചെങ്കിലേ അഴുക്ക് പോകത്തുള്ളൂ. മഴ പെയ്യുമ്പോൾ വെള്ളം തെറിച്ച് വരാൻ സ്റ്റെപ്പയിലെല്ലാം ചെളിയായിട്ടുണ്ട്. അതൊക്കെ നല്ലതായിട്ട് തുടച്ചെങ്കിലേ പോകത്തുള്ളൂ. ചേട്ടൻ ഓർക്കിഡിനെല്ലാം വെള്ളം ഒഴിക്കാൻ പോയി. ഓർക്കിഡ് നിറച്ച് പൂത്തതാണ്. ഒച്ചുണ്ട്, ഒച്ച് തിന്ന് അതെല്ലാം പോയി. നല്ല മഴ പെയ്തിട്ടുണ്ട്. മാറ്റെല്ലാം നനയുന്നുണ്ട്. ചെളിയെല്ലാം പോകും അതുകൊണ്ട്. അപ്പോൾ